Very good morning and good afternoon too. Today we will discuss about advanced strategic management. Advanced strategic management. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ നമ്മുടെ ടോപ്പിക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. How does a company become successful and remain successful for a long period of time? അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആകുന്നതും അത് വളരെ കാലം അവർ നിലനിർത്തുന്നതും എങ്ങനെയാണ് എന്നുള്ളത്? സോ in these changed times and dynamic environments, playing safe and following traditional ways of doing business would not be adequate or sufficient. അപ്പം വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ പ്ലേയിങ് സേഫ് ചെയ്തുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള വഴികളിലൂടെ മാത്രം നടന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത് ഒരു സഫിഷ്യൻ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ചേരുന്നതായിരിക്കില്ല. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫെയിലിയർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. So a company must continually renew itself and adjust to changes in the competitive environment, or it will be outdone by more aggressive and competitive companies. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യണം? കണ്ടിന്യൂലി റിന്യൂ ഇറ്റ് സെൽഫ് ആൻഡ് അഡ്ജസ്റ്റ് ടു ചേഞ്ചസ് ഇൻ ദ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്. ഈ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ അനുസരിച്ചിട്ട് കമ്പനി വീണ്ടും റിന്യൂ ചെയ്യുകയും ആ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഔട്ട്ഡൺ ബൈ മോർ അഗ്രസീവ് ആൻഡ് കോമ്പറ്റീറ്റീവ് കമ്പനീസ്. കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കമ്പനികൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? ഔട്ട്ഡൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. സോ ദർ ആർ ആംബിൾ എക്സാമ്പിൾസ് ഇൻ ദ ബിസിനസ് ഹിസ്റ്ററി വെൻ some established companies have failed and others have succeeded when all such companies were in the same industry and operating in similar business environment. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അങ്ങനെ when some established companies have failed വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു? ഫെയിൽ ആവുകയും ആൻഡ് അതേഴ്സ് ഹാവ് സക്സീഡഡ് ബാക്കിയുള്ള കമ്പനികളൊക്കെ സക്സീഡഡ് ആവുകയും ചെയ്തിട്ടുള്ള ആൻഡ് ഇൻ സച്ച് ആൻഡ് ആൾ സച്ച് കമ്പനീസ് വേർ ഇൻ ദ സെയിം ഇൻഡസ്ട്രി, ഒരേ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് കമ്പനികൾ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ IBM ഒക്കെ ഒരു തകർച്ച ചെയ്തിട്ടുള്ളതാണ് നേരിട്ട് 1980-കളിലൊക്കെ അത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനെ അനുസരിച്ചിട്ട് അത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ആദ്യം കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത്? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വന്നു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർ ഒരിക്കലും ബാങ്ക്രപ്റ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? നേരിട്ടിട്ടുള്ള കമ്പനികളാണ്. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അംബാസഡർ, അതേപോലെ അംബാസഡർ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് കുറേ ആളുകൾ അതിൻ്റെ മുകളിൽ നിന്ന് പോയതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് ബിസിനസ്സുകളിലെ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുവാൻ സാധിക്കും. The real life case indicate there must be some factors that contribute towards success and some other factors that contribute towards failure of an organization. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ അംബാസഡറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും, അതേപോലെ മാരുതി സുസുക്കിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, അതേപോലെ IBMൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും, ഇങ്ങനെയുള്ള റിയൽ ലൈഫ് കേസസുകളൊക്കെ നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനുള്ള രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there must be some factors that contribute towards success and some other factors that contribute towards the failure of an organization. ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തിലും ഒരു ഓർഗനൈസേഷൻ്റെ പരാജയത്തിലേക്കും നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ റിയൽ ലൈഫ് കേസുകളൊക്കെ നമ്മളോട് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ
identification of these factors and their analysis becomes the central theme of strategic management. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവയെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അനാലിസിസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് identifies those factors which leads to success and the factors contribute towards the failures of organization and analyzing it. എന്താണ് അത് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. So in some cultures such as India, people tend to attribute failure to bad luck or God's will. എന്നാണ് പലപ്പോഴും നമ്മളെപ്പോലുള്ള രാജ്യത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വിധി അങ്ങനെയാണ്, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി അതുകൊണ്ടാണ്, അതിനെക്കൊണ്ട് ഞാൻ തോറ്റുപോയി, അതല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, ബാഡ് ലക്കാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പോയി, എനിക്കതിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സോ വൈൽ സച്ച് ആൻ ആറ്റിറ്റ്യൂഡ് minimizes regrets psychologically, it is equally important to analyze failures in order to learn how things ought to be done and whether the outcome will be different if different approaches are used. So while such an attitude minimizes regrets psychologically, അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ വിഷമത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കലി അതെന്ത് ചെയ്യുന്നുണ്ട്, ലഘൂകരിക്കുന്നുണ്ട് എങ്കിലും ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു അനലൈസ് ഫെയിലിയേഴ്സ്. നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് നമ്മൾ എന്ത് ചെയ്യണത് മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു ലേൺ ഹൗ തിങ്സ് ഔട്ട് ടു ബി ഡൺ, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിക്കുവാനും, ആൻഡ് വെദർ ദ ഔട്ട്കം വിൽ ബി ഡിഫറൻറ്റ് ഇഫ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആർ, നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു അപ്രോച്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇതിൻ്റെ ഔട്ട്കം എന്താകുമായിരുന്നോ, ഡിഫറെൻ്റ് ആകുമായിരുന്നോ എന്നുള്ള ഒരു ചിന്ത. ആ ഒരു നമുക്ക് തോൽവിയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് ഫെയിലിയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈക്വലി ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് അനലൈസ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, so this is about the introduction of strategic management. So the definition നോക്കുക. So strategic management is defined as consisting of analysis, decisions and actions an organization undertakes in order to create and sustain competitive advantage. Strategic management defined it is consisting of analysis, decisions and actions an organization undertakes. ഒരു ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്ന, ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന അനാലിസിസ്, തീരുമാനങ്ങൾ, അതേപോലെ അവരുടെ പ്രവൃത്തികൾ എന്തിനു വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ആ സ്ഥാപനത്തിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങളും അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ് ഒരു ഡെഫിനിഷൻ. സോ ദിസ് ഡെഫിനിഷൻ കണ്ടെയ്ൻസ് 2 elements ദാറ്റ് ഫോം ദ ബേസിസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഡെഫിനിഷനെ നമുക്ക് 2 ഘടകങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വേർതിരിക്കാവുന്നതാണ്. ആ ഘടകങ്ങളാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള 2 ഘടകങ്ങളെ നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്നും എന്ത് ചെയ്യുന്നതാണ്, വേർതിരിക്കാവുന്നതാണ്. First, strategic managers are continuously involved in the analysis, decisions and actions on a continual basis. സ്ട്രാറ്റജിക് മാനേജേഴ്സ് തുടർച്ചയായിട്ട് ഏതിൽ അടങ്ങിയിരിക്കുന്നു, ഏതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു, അനാലിസിസിലും ഡിസിഷൻസിലും ആക്ഷൻസിലും എന്ത് ചെയ്യുന്നു, അവർ തുടർച്ചയായ ഒരു കണ്ടിന്യൂവൽ ബേസിസിൽ അവരെന്ത് ചെയ്യുന്നു, അവർ എൻവയോൺമെൻറ്റ് അനാലിസിസ് നടത്തുന്നുണ്ട്, അതിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ആ എടുത്ത തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആക്ഷൻസ് ആക്കി എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാറ്റുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാലിസിസ് മീൻ analyzing the strategic vision, mission and a goal of the organization and analyzing the internal as well as external environment of such organization. അപ്പോൾ ഒരു അനലൈസ് അല്ലെങ്കിൽ അനാലിസിസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൻ്റെ വിഷൻ എന്താണ്,
മിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗോളുകളൊക്കെ എന്ത് ചെയ്യുക, വിശകലനം ചെയ്തുകൊണ്ട്. ആൻഡ് ആൾസോ എന്താണ്, അനലൈസ് ദി എന്താണ് ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓഫ് എന്താണ് സച്ച് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ആ സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജിക് വിഷൻ, മിഷൻ, ഗോൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാലിസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷൻ അതേപോലെ മിഷനൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത് പറയുന്നത് എന്താണ്, അതിൽ തന്നെ സ്ട്രാറ്റജിക് മാനേജേഴ്സ് മസ്റ്റ് മേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ഹൗ ബെസ്റ്റ് ടു ഗെയിൻ കോമ്പറ്റീറ്റീവ് എഡ്ജ്. ദിസ് ഡിസിഷൻ മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻസ്. എന്താണ്, അപ്പം എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് മാനേജേഴ്സ് എടുക്കുന്നത്, മസ്റ്റ് മേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ഹൗ ടു ഗെയിൻ, how best to gain competitive edge. So these decision must be translated into actions. എടുക്കുന്ന തീരുമാനങ്ങൾ പ്രവർത്തന പദത്തിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രവൃത്തിയാകുന്ന സമയത്ത് ഏത് തരത്തിലാണ് ആ ഓർഗനൈസേഷന് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാവുക, ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് നിലനിർത്താൻ സഹായിക്കുക, ഏത് തരത്തിലാണോ അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ആരെടുക്കുന്നത്, സ്ട്രാറ്റജിക് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മേക്ക് ഡിസിഷൻസ് ടു എന്താണ് റെറ്റെയിൻ ദിയർ എന്താണ് കോമ്പറ്റീറ്റീവ് എഡ്ജ് വെൻ ദീസ് ഡിസിഷൻസ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻസ്. എന്താണ്, എടുത്ത തീരുമാനങ്ങൾ പ്രവർത്തന പദ്ധതിയിൽ എത്തിക്കുമ്പോൾ ഓർഗനൈസേഷന് ഉള്ള കോമ്പറ്റീറ്റീവ് എഡ്ജ് നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് ആരെടുക്കുന്നത്, സ്ട്രാറ്റജിക് മാനേജേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ്, ദീസ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് മസ്റ്റ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് സസ്റ്റെയിനിങ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. എന്താണ്, ഈ പറയുന്ന തീരുമാനങ്ങളും അതേപോലെ പ്രവർത്തനങ്ങളും എന്തിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, സസ്റ്റെയിനിങ് എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഓർഗനൈസേഷൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് നിലനിർത്തുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ദ എസെൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റീസൺസ് ആസ് ടു വൈ സം കമ്പനീസ് ഔട്ട് പെർഫോം അതേഴ്സ്. അല്ലെ, നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ എന്താണ് എസെൻസ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻട്രൽ തീം എന്താ എന്ന് പറയുന്ന സമയത്ത് ഉള്ള ഒരു തീരുമാനം എന്താണ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റീസൺസ് ആസ് ടു വൈ സം കമ്പനീസ് ഔട്ട് പെർഫോം അതേഴ്സ്. ചില കമ്പനികൾ എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള കമ്പനികളെ ഔട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെക്കാൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്, എസെൻസ് ഓഫ് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഷുഡ് ബി സസ്റ്റൈനബിൾ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, എന്താണ് ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സസ്റ്റൈനബിളായിട്ട് അല്ലെങ്കിൽ എന്താണ് നടത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സസ്റ്റൈനബിൾ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഈസ് എന്താണ് പ്രൊട്ടക്റ്റഡ് ബൈ എന്താണ് പേറ്റൻറ്റിൽ നമ്മൾ പറഞ്ഞു. എന്താണ്, ഫോർ എക്സാമ്പിൾ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഈസ് എന്താണ് പ്രൊട്ടക്റ്റഡ് ബൈ ദ പേറ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ദാറ്റ് ഈസ് എന്താണ് സസ്റ്റൈൻഡ് ഓവർ ദ പീരീഡ് ഓഫ് ദാറ്റ് പേറ്റൻറ്റ് ഹോൾഡർ. എന്താണ്, പേറ്റൻറ്റ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എൻ്റെ മെച്ചം എന്താണ്, എത്ര കാലത്തേക്കാണോ പേറ്റൻറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എടുത്തിട്ടുള്ളത്, ആ പീരീഡ് വരെ ആർക്ക് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ പേറ്റൻറ്റ് എടുത്ത ആളിന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ഒരു പ്രൊട്ടക്ഷനാണ്, എന്ത് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു കഥയുണ്ട്. അമേരിക്കൻ എയർലൈൻസ് എന്ത് ചെയ്തു, ഒരു പുതിയൊരു പ്രോഗ്രാം എന്താണ് കസ്റ്റമർ ഫ്രീക്വൻറ്റ് ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരതിന് എന്ത് ചെയ്തില്ല, പേറ്റൻ്റ് ഒന്നുമില്ല. സോ ഹവർ ഇറ്റ് വാസ് സൂൺ കോപ്പീഡ് ബൈ ഓൾ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് വാസ് നോട്ട് സസ്റ്റൈനബിൾ. അതുകൊണ്ട് അവർ ആ ഫ്രീക്വൻറ്റ് ഫ്ലയർ എന്ന് പറയുന്ന ആ പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എയർലൈൻസുള്ള ആളുകളും എന്ത് ചെയ്യുന്നു, ഇതേ സാധനം എന്ത് ചെയ്യുന്നു, കോപ്പി അടിച്ചിട്ട് എന്ത് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവർക്കത് സസ്റ്റൈനബിൾ അല്ല. അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. നോക്കുക. സോ ദ വേർഡ് സ്ട്രാറ്റജി ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ മിലിറ്ററി ഓപ്പറേഷൻസ്. ആ സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡ്
ഏതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്? മിലിറ്ററി ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വേർഡിന് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പേരുകൾ. കാരണം മിലിറ്ററിയിലാണെന്നാണ് സ്ട്രാറ്റജി, തന്ത്രം എന്ന് പറയുന്നത് കൂടുതൽ എന്താണ് മിലിറ്റൻ്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേമാണ്. So the word strategy is derived from the Greek word strategos, which means എന്താണ് സ്ട്രാറ്റസ് ആൻഡ് എഗോ. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി എന്നാണ് അർത്ഥം, എഗോ എന്ന് പറഞ്ഞാൽ ലീഡിങ് ഓർ എന്താണ് മൂവിങ് എന്ന് പറയുന്ന രണ്ട് വേർഡുകൾ കൂട്ടിച്ചേർന്നിട്ടുള്ള എന്താണ് സ്ട്രാറ്റഗോസ് എന്ന വേർഡിൽ നിന്നാണ് സ്ട്രാറ്റജി എന്നുള്ള പദം എന്ത് ചെയ്തിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത്. സോ സ്ട്രാറ്റജി ഈസ് ആൻ ആക്ഷൻ ദാറ്റ് മാനേജർ ടേക്ക് ടു അറ്റൈൻ വൺ ഓർ മോർ ഓഫ് ദി എന്താണ് ഓർഗനൈസേഷണൽ ഗോൾ. അതായത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. എങ്ങനെ ഒരു മാനേജർ എടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ അത് എടുക്കുന്നത്? ടു അറ്റൈൻ വൺ ഓർ മോർ ഓഫ് ദി ഓർഗനൈസേഷണൽ ഗോൾ, ഒന്നോ അതിലധികമോ ഉള്ള സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ മാനേജർ എടുക്കുന്ന ഒരു പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാം? സ്ട്രാറ്റജി എന്ന് പറയാം. ഇറ്റ് ക്യാൻ ആൾസോ ബി ഡിഫൈൻഡ് ആസ് it is a general direction set for the company and its various components to achieve a desired state in the future. എന്താണ് നമുക്ക് ഏത് രീതിയിലും പറയാം സ്ട്രാറ്റജിയെ? സ്ട്രാറ്റജി ക്യാൻ ആൾസോ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ജനറൽ ഡയറക്ഷൻ സെറ്റ് ഫോർ ദ കമ്പനി. ഒരു കമ്പനിക്ക് വേണ്ടി സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പൊതുവായിട്ടുള്ള എന്താണ് ഒരു ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് കോമ്പണൻസിൽ എന്താണ് ഒരു കമ്പനിക്കും അതിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കോമ്പണൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് എ ഡിസൈർഡ് സ്റ്റേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ആ കമ്പനി ഭാവിയിൽ എവിടേക്കാണ് എന്ത് ചെയ്യേണ്ടത്, എത്തിച്ചേരേണ്ടത് എന്ന് തീരുമാനിക്കുന്ന, അവർ തീരുമാനിച്ച് വെച്ചിട്ടുള്ള എന്താണ് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും, അവരുടെ ഒരു ഡിസൈർഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ലീഡർ ആവുക, മാർക്കറ്റ് ഷെയറിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യുക, എത്തിപ്പിടിക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനിക്കും കമ്പനിയുടെ കോമ്പണൻസിനുമുള്ള ജനറൽ ഡയറക്ഷനെ നമുക്ക് എന്ത് പറയാം? സ്ട്രാറ്റജി എന്ന് പറയാം. ആൻഡ് ദ സ്ട്രാറ്റജി റിസൾട്ട് ഫ്രം ദ ഡീറ്റെയിൽഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ്. എന്താണ് എന്തിൻ്റെ ഭാഗമാണ്? സ്ട്രാറ്റജിക് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിൻ്റെ ഒരു എന്താണ് റിസൾട്ടാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. So a strategy is all about integrating organizational activities and utilizing and allocating the scarce resources within the organizational environment so as to meet the present objective. അപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is all about integrating organizational activities എന്ത് ചെയ്യുക? ഒരുമിച്ച് ചേർക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് യൂട്ടിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് സ്കേഴ്സ് റിസോഴ്സസ്, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസുകൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുകയും അതിനെ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. എന്തിനുള്ളിൽ? ഓർഗനൈസേഷൻ എൻവയോൺമെൻ്റ് ഉള്ളിൽ. എന്തിനു വേണ്ടിയിട്ട്? പ്രസൻറ്റ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസേഷൻ്റെ റിസോഴ്സസുകളെ, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസുകളെ യൂട്ടിലൈസ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എന്താണ് അതിനെന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓർഗനൈസേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ വൈൽ പ്ലാനിങ് എ സ്ട്രാറ്റജി ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസിഡർ ദാറ്റ് ഡിസിഷൻസ് ആർ നോട്ട് ടേക്കൺ ഇൻ എ vacuum and that any act taken by a firm is likely to be met by a reaction from those affected, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ഓർ സപ്ലയേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രാറ്റജി തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസിഡർ ദാറ്റ് ഡിസിഷൻസ് ആർ നോട്ട് ടേക്കൺ ഇൻ എ വാക്യൂം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ശൂന്യതയിൽ നിന്നാവരുത്. കാരണം എന്താണ്? എനി ആക്ട് ടേക്കൺ ബൈ എ ഫേം എന്നാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു തീരുമാനം ഒരു ഫേം എടുക്കുന്ന സമയത്ത് അതിനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ റിയാക്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതായത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഒരു എയും ബിയും രണ്ട് കമ്പനികളാണ്. എ എന്ത് ചെയ്യുന്നു? അവരെ സെയിം ആണെങ്കിൽ എന്താണ് അവരുടെ പ്രോഡക്റ്റിൻ്റെ വില കുറയ്ക്കുന്നു. അപ്പോൾ സെയിം അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ആ ബിയുടെ റിയാക്ഷനും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എഫക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എഫക്റ്റഡ് പാർട്ടീസിൻ്റെ എന്താണ് റിയാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുൻകൂട്ടി കാണേണ്ടതുണ്ട്. So strategy is the blueprint of decisions in an organization that shows its objective and goals, reduces the key policies
and plans for achieving these goals and defines the business the company is to carry on, the type of economic and human organization it wants to be, and the contribution it plans to make to its shareholders, customers and society at a large. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഡെസിഷൻസ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഡെസിഷൻസിൻ്റെ എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് ആണ് എന്താ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അത് കാണിക്കുന്നത്? ദാറ്റ് ഷോസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗോൾസ് എന്താണ്? അതിൻ്റെ ഗോൾസിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. റെഡ്യൂസസ് ദ കീ പോളിസീസ് എന്താണ്? പ്രധാനപ്പെട്ട എന്താണ് റെഡ്യൂസ് ചെയ്യേണ്ട എന്താണ് തീരുമാനങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് പറയുന്നുണ്ട്. പ്ലാൻസ് ഫോർ അച്ചീവിങ് ദീസ് ഗോൾസ് എന്താണ്? എന്തൊക്കെ പ്ലാനുകളാണ് ഈ നമ്മൾ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകളെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രാറ്റജി പറയുന്നുണ്ട്. ആൻഡ് ഡിഫൈൻസ് ദ ബിസിനസ് കമ്പനി ഈസ് ടു ക്യാരി ഓൺ എന്താണ്? കമ്പനി ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദ ടൈപ്പ് ഓഫ് എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ഓർഗനൈസേഷൻ ഇറ്റ് വാണ്ട് ടു ബി, ഏത് തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം കമ്പനി ഭാവിയിൽ ആവേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഇറ്റ് പ്ലാൻസ് ടു മേക്ക് ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്, കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിന് തന്നെ ഏത് രീതിയിലായിരിക്കണം ആ ഓർഗനൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് എന്ത് ഇതിൽ പറയുന്നുണ്ട്. ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് നമ്മൾ എന്തിനെ പറയുന്നത്? സ്ട്രാറ്റജിയെ നമ്മൾ പറയുന്നത്. Definition of strategy. So strategy is about deciding where you want to go and how you mean to get there. എന്താണ്? എന്ത് തീരുമാനിക്കുന്നതാണ്? നിങ്ങൾ എവിടെയാണോ പോകേണ്ടത്? സോ ഹൗ യു മീൻ ടു ഗെറ്റ് ദർ എന്നാണ്, എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എത്തിച്ചേരേണ്ടത് അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തുണ്ടാവും? അംബിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്താണ്? ഒരു ഡോക്ടറേറ്റ് എടുക്കണം, അതല്ലെങ്കിൽ എന്താണ് ഒരു കോളേജ് ലെക്ചറർ ആവണം, അതല്ലെങ്കിൽ എന്താണ്? സോ യു ഹാവ് എ ലോട്ട് ഓഫ് എന്താണ് അംബിഷൻസ് ഇൻ യുവർ ലൈഫിൽ. നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുക എന്നാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് വേർ യു വാണ്ട് ടു ഗോ, എനിക്ക് എന്താണ് കോളേജിൽ ടീച്ചർ ആവണം, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ക്വാളിഫയിങ് എക്സാംസ് എന്ത് ചെയ്യണം? ക്വാളിഫൈ ചെയ്യണം. അത് എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഹൗ യു മീൻ ടു ഗെറ്റ് ദർ, എങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും, അതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എ സ്ട്രാറ്റജി ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ്. ദിസ് ഈസ് വാട്ട് വി വാണ്ട് ടു ഡു ആൻഡ് ദിസ് ഈസ് ഹൗ വി ഇൻറ്റൻഡഡ് ടു ഡു ഇറ്റ്. എന്താണ്? ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ്, നമ്മളൊരു ഉദ്ദേശത്തിൻ്റെ എന്താണ് ഒരു പ്രഖ്യാപനമാണെന്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഞാൻ എന്ത്, ദിസ് ഈസ് വാട്ട് വി വാണ്ട് ടു ഡു എന്നാണ്, ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത് ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ വി ഇൻറ്റൻഡഡ് ടു ഡു ഇറ്റ്, ഈ രീതിയിലാണ് നമ്മളിത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനും കൂടിയാണ് എന്താ സ്ട്രാറ്റജി എന്ന് ഇവിടെ എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജി. സോ ഗുഡ് സ്ട്രാറ്റജി ഫോർമുലേഷൻ മീൻസ് റിഫൈനിങ് ദ എലമെൻറ്റ്സ് ഓഫ് ദ സ്ട്രാറ്റജി. സോ എന്താണ്? നമ്മുടെ സ്ട്രാറ്റജിയുടെ എലമെൻറ്റിൻ്റെ ഘടകങ്ങളെ എന്ത് ചെയ്യുക? റിഫൈൻ ചെയ്യുക എന്നാണ് ഒരു നല്ല സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ എ സ്ട്രാറ്റജി ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് എക്സ്റ്റേണലി ഓറിയൻറ്റഡ് കൺസെപ്റ്റ് of how a firm will achieve its objectives, how it will compete against its rivals. അപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് എക്സ്റ്റേണലി ഓറിയൻറ്റഡ് കൺസെപ്റ്റ്. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണലി ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് ഒരു ഫേം എങ്ങനെയാണ് അതിൻ്റെ എന്താണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ എന്താണ് റൈവൽസിനോട് അത് എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്താ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ എ സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് എൻ ഇൻ്റഗ്രേറ്റഡ് സെറ്റ് ഓഫ് ചോയ്സസ്. എന്താണ് നമുക്ക് എന്താ ഒരുപാട് എന്താണ് ഇൻ്റഗ്രേറ്റഡ് സെറ്റ് ഓഫ് ചോയ്സസിന് നമുക്ക് എന്താ പറയാം, സ്ട്രാറ്റജി എന്ന് പറയാം. സോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് സെറ്റ് ഓഫ് എന്താണ് ചോയ്സസ് എന്ന് പറയാം. So these choices relate to 5 elements managers must consider when making decisions. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്ന സമയത്ത് മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഒരു 5 ഘടകങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യണം. ഒന്ന് അരീനാസ്, ഡിഫറൻഷിയേറ്റേഴ്സ്, വെഹിക്കിൾസ്, സ്റ്റേജിങ് ആൻഡ് പേസിങ് ആൻഡ് എക്കണോമിക് ലോജിക്. ഈ 5 ഘടകങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. നമ്മളിതിനെ ഒരു കണക്റ്റീവ്ലി നമ്മൾ പറയുന്നത് എന്താണ്, സ്ട്രാറ്റജിക് ഡയമണ്ട് എന്നാണ് നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാവുന്നതാണ്.
So most strategic plans focus off on എന്താണ് one or two such elements, often leaving എന്താണ് large gaps in the overall strategy. എന്താണ് പലപ്പോഴും പല ആളുകളും ഇതിൽ ഒന്നോ രണ്ടോ ഘടകങ്ങളെ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, പരിഗണിക്കാറുള്ളൂ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓവറോൾ സ്ട്രാറ്റജിയുമായിട്ട് എന്തുണ്ടാകും, ഒരു വലിയ ഗ്യാപ്പ് അതിൻ്റെ അകത്തുണ്ടാവും. സോ ഓൺലി വെൻ യു ഹാവ് ആൻസേർഡ് ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് 5 elements can you determine whether your strategy is an integrated whole. You will also have a better idea of the areas in which your strategy needs to be revised or overhauled. എന്താണ് അപ്പോൾ നമ്മൾ ഓൺലി വെൻ യു ഹാവ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് 5 ഈ 5 എലമെൻറ്റിലുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് ഉത്തരം കൊടുക്കുമ്പോഴാണ് നമുക്കത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണത് ഫീൽ ചെയ്യണത്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആവുന്നത്. And also നമുക്ക് എന്ത് കിട്ടും, we will get a better idea of the areas in which your strategy needs to be revised. എവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യണത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിക് ഡയമണ്ടിലെ എന്താണ് അരീനാസ് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അരീനാസ് എന്ന് പറഞ്ഞാൽ വേർ വിൽ ബി ആക്റ്റീവ്, നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയ, നമ്മുടെ ഏരിയ എവിടെയൊക്കെയാണുള്ളത്. ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹൗ വിൽ വി ഗെറ്റ് ദർ, നമ്മൾ എങ്ങനെയാണ് അവിടെ എത്താൻ പോകുന്നത്. വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹൗ വിൽ വി വിൻ ദ മാർക്കറ്റ് പ്ലേസ്, നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജയിക്കുവാൻ സാധിക്കും. സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി അവർ സ്പീഡ് ആൻഡ് സീക്വൻസ് ഓഫ് മൂവ്സിൽ എത്ര പെട്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ മൂവ്സ് എന്ത് ചെയ്യണത്, ഓപ്പറേറ്റ് ചെയ്യണത്. എക്കണോമിക് ലോജിക് എന്ന് പറഞ്ഞാൽ ഹൗ വിൽ ബി ഒബ്റ്റെയിൻ അവർ റിട്ടേൺ, നമ്മുടെ റിട്ടേൺ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇതാണ് എന്ത് ഡയമണ്ട് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ഡയമണ്ട്. അരീനാസിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വേർ വിൽ ബി ആക്റ്റീവ്, നമുക്ക് ഹൗ മച്ച് എംഫസിസ്, വിച്ച് പ്രോഡക്റ്റ് കാറ്റഗറീസ്, ചാനൽ ഏതാണ്, മാർക്കറ്റ് സെഗ്മെൻറ്റ് ഏതാണ്, വിച്ച് ജോഗ്രഫിക് ഏരിയ, വിച്ച് കോർ ടെക്നോളജി, വിച്ച് വാല്യൂ ക്രിയേഷൻ സ്റ്റേജസ്, ഇതൊക്കെയാണ് അതിവിടെ നമ്മൾ ഉത്തരം നൽകേണ്ടത്. ഇനി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഹൗ യു വിൽ ഗെറ്റ് ദർ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ എത്തിച്ചേരും. അതായത് ജോയിൻറ്റ് വെഞ്ചർ ആണോ, ലൈസൻസിങ് ആണോ, ഫ്രാഞ്ചൈസിങ് ആണോ, അലയൻസസ് ആണോ, അക്വിസിഷൻസ് ആണോ. ഓക്കെ, ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹൗ വിൽ വി വിൻ, നമ്മുടെ ഒരു ഇമേജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ എങ്ങനെയാണ്, നമ്മുടെ പ്രൈസ്, സ്റ്റൈലിങ്, പ്രോഡക്റ്റ് റിലയബിലിറ്റി, സ്പീഡ് ഓഫ് മാർക്കറ്റ്. അതുപോലെ സ്റ്റേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി അവർ സ്പീഡ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പാൻഷൻ സ്പീഡ് എങ്ങനെയാണ്, പുതിയ ഇനീഷ്യേറ്റീവ്സിൻ്റെ സീക്വൻസ് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ഏത് രീതിയിലാണ്. അപ്പോൾ അതൊക്കെയാണ് അതോട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വിൽ യുവർ റിട്ടേൺസ് ബി ഒബ്റ്റെയിൻഡ്, നമുക്ക് വരുമാനം എങ്ങനെ കിട്ടും. ആൻഡ് ലോവസ്റ്റ് കോസ്റ്റ് ത്രൂ സ്കെയിൽ അഡ്വാൻറ്റേജസ്, എന്താണ് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലോവസ്റ്റ് കോസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ലോവസ്റ്റ് കോസ്റ്റ് ത്രൂ എന്താണ് സ്കോപ്പ് ആൻഡ് റിപ്ലിക്കേഷൻ ഓഫ് എന്താണ് നമുക്കുള്ള അഡ്വാൻറ്റേജസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ലോവസ്റ്റ് കോസ്റ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ. സോ പ്രീമിയം പ്രൈസസ് ഡ്യൂ ടു എന്താണ് അൺമാച്ചബിൾ സർവീസ്, എന്താണ് നമുക്ക് എന്താണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സെമി മൊണോപ്പൊളി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പൈസ കൊടുത്തുകൊണ്ട്, പ്രീമിയം പ്രൈസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക് ലോജിക്ക് പ്രോഫിറ്റ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമോ. പ്രീമിയം പ്രൈസ് ഡ്യൂ ടു എന്താണ് പ്രൊപ്രൈറ്ററി പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, പ്രോഡക്റ്റിൻ്റെ ഫീച്ചർ കൊണ്ട് നമുക്ക് എന്താണ് നല്ലൊരു എമൗണ്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമോ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യുവാൻ, ഒബ്ജക്റ്റീവ് ആ സ്ട്രാറ്റജി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യുവാൻ സാധിക്കും. അരീനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അരീനാസ് ആർ ദ ഏരിയാസ് ഇൻ വിച്ച് എ ഫേം വിൽ ബി ആക്റ്റീവ്. Decisions about a firm's arenas may encompass its products, services, distribution channels, market segment, geographical areas, technologies, and even stages of the value creation process. So it clearly tells managers what the firm should and should not do. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയകളെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്, അരീനാസ് എന്ന് പറയുന്നത്. അരീനാസ് ആർ ദ ഏരിയാസ് ഇൻ വിച്ച് എ ഫേം വിൽ ബി ആക്റ്റീവ്. ഒരു ഫേം ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരീനാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്താവാം, ഇതിനെ പേരിൽ അതിൻ്റെ പ്രോഡക്ട്സ്, അതിൻ്റെ സർവീസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, മാർക്കറ്റ് സെഗ്മെൻറ്റ്, ജോഗ്രഫിക്കൽ ഏരിയാസ് ഒക്കെ ആവാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്ലിയർലി ടെൽസ് മാനേജേഴ്സ് വാട്ട് ദ ഫേം ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ഡു. എന്തൊക്കെ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യുവാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യുവാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി. കാരണം എന്താണ്, അത് ആക്റ്റീവ് അല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ചെയ്തിട്ട് എന്തുണ്ടാവില്ല, ദർ ഇസ് നോ യൂസ് അറ്റ് ഓൾ. അവിടെ നിന്നുണ്ടാവില്ല, അതിനൊരു യൂസ് ഉണ്ടാവില്ല.
Then differentiators ആണ് അടുത്ത. Differentiators are the features and attributes of a company's product or services that help it എന്താണ് beat its competitors in the marketplace. അതായത് ഡിഫറൻഷിയേറ്റർ എന്ന് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഫീച്ചേഴ്സ് ആൻഡ് ആട്രിബ്യൂട്ടീവ്സ് ഓഫ് എ കമ്പനീസ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. അതായത് അവരുടെ കോമ്പറ്റീറ്ററുടെ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കമ്പനിയുടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എന്ത് വ്യത്യസ്തതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വരുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിലൂടെ വ്യത്യസ്തത വരുത്തിയിട്ട് എന്ത് ചെയ്യുക, കോമ്പറ്റീറ്റർ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്യുക. അതാണ് ഡിഫറൻഷിയേറ്റർ എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസ് ആർ ദ മീൻ ഓഫ് ഫോർ പർട്ടിക്കുലർ ഇൻ ടാർഗറ്റഡ് ഏരിയാസിൽ. എന്താണ് ടാർഗറ്റഡ് ഏരിയാസിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു, എത്തിച്ചേരുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേം ദാറ്റ് വാണ്ട് ടു ഗോ ഇൻ്റർനാഷണൽ ക്യാൻ ഡു സോ ഇൻ ഡിഫറെൻറ്റ് വേസിൽ ഡിഫറെൻറ്റ് വേസിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാൾമാർട്ട് പോലുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമ്മളെ രാജ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്, ഇവിടെയുള്ള റീറ്റെയിലേഴ്സിനെ അവർ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അതൊരു സ്ട്രാറ്റജിയാണ്. അതല്ലെങ്കിൽ അവർക്ക് എന്താണ് ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യാം, ലൈസൻസിങ് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആ വഴികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെഹിക്കിൾസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വെഹിക്കിൾസ് ആർ ദ മീൻസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടാർഗറ്റഡ് അരീനാസ്. എന്താണ് അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വഴികളിൽ ഏതാണോ അതിലേക്ക് എത്തിച്ചേരാനുള്ള എന്താണ് ആ വഴികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെഹിക്കിൾസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജിങ് ആൻഡ് പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫേഴ്സ് ടു ദ ടൈമിംഗ് ആൻഡ് സ്പീഡ് ഓർ പേസ്. എത്ര പെട്ടെന്നാണ് എന്താണ് ഒരു സ്ട്രാറ്റജിക് മൂവ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്, എത്ര സമയത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്. സ്റ്റേജിങ് ചോയ്സസ് ടിപ്പിക്കലി റിഫ്ലക്ട് ദ അവൈലബിൾ റിസോഴ്സസ് ഇൻക്ലൂഡിങ് എന്താണ് ക്യാഷ്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് നോളജ്. എന്താണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിങ് ചോയ്സസ് എന്തിനും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് തുടങ്ങി കുറേ കാലം എന്ത് ചെയ്യുക, ഒരു പണി എടുക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താ, അവിടെ ക്യാഷ് ഷോർട്ട്, ആ ബിസിനസ്സുകാരൻ്റെ എടുത്തുന്നില്ല, പൈസ ഇല്ല എന്ന് നമ്മൾ പറയും അല്ല. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യണത് എന്താണ്, ഈ സ്റ്റേജിങ് ചോയ്സസ് റിഫ്ലക്ട് ചെയ്യണത് എന്താണ്, ഇത് അവൈലബിൾ റിസോഴ്സസ്, എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ക്യാഷ് ഉണ്ടോ, ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടോ, നമുക്കുള്ളടുത്ത് നോളജ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് എന്താ സ്റ്റേജിങ് ആൻഡ് ബേസിങ് എന്ത് ചെയ്യണത് റെഫർ ചെയ്യുന്നത്. സോ സ്റ്റേജിങ് ഡെസിഷൻ ഷുഡ് ബി ഡ്രിവൺ ബൈ സെവറൽ ഫാക്ടേഴ്സ്. എന്താണ് ഒരുപാട് കാരണങ്ങളുണ്ട്. റിസോഴ്സസ്, അർജൻസി, ക്രെഡിബിലിറ്റി ആൻഡ് ദ നീഡ് ഫോർ എന്താണ് ഏർലി വിൻസ്. ഇതൊക്കെ എന്താണ് ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ അടുത്ത് റിസോഴ്സസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും. അർജൻസി, പെട്ടെന്ന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്രെഡിബിലിറ്റിയുടെ ഭാഗമായിട്ടില്ല എന്താണ് നല്ല ക്രെഡിബിൾ. ഇപ്പം ബിൽഡേഴ്സ്, നമ്മൾ ക്രെഡിബിൾ ബിൽഡേഴ്സിനെ നമ്മൾ സമീപിക്കുന്നതാണ്, അവരത് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ സമീപിക്കുന്നത് എന്നാണ്. അതേപോലെ പെട്ടെന്ന് തന്നെ വിജയിക്കാനുള്ളൊരു ആഗ്രഹം, അതൊക്കെ ഇതിൻ്റെ എന്താണ് ബാധിക്കുന്ന ഘടകങ്ങളാണ്. എക്കണോമിക് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ലോജിക് റെഫേഴ്സ് ടു ഹൗ ദ ഫേം വിൽ ഏൺ എ പ്രോഫിറ്റ്. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഫേം എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ ദ ഫേം വിൽ ജനറേറ്റ് പോസിറ്റീവ് റിട്ടേൺസ് ഓവർ ആൻഡ് അബവ് ഇറ്റ്സ് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മുകളിലായിട്ട് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് റിട്ടേൺ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇത് പറയുന്നത് എക്കണോമിക് ലോജിക് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ത് എലമെൻറ്റ്സ് ഓഫ് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ദ 5 മേജർ എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരീനാസ്, വെഹിക്കിൾസ്, അരീനാസ് വേർ വിൽ ബി ആക്റ്റീവ്, നിങ്ങൾ എവിടെയാണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത്. അതേപോലെ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹൗ വിൽ വി ഗെറ്റ് ദർ, നിങ്ങൾ എങ്ങനെയാണ് ഏത് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റഡ് അരീനയിലേക്ക് നിങ്ങൾ എത്തും. ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹൗ വിൽ വി വിൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വ്യത്യസ്തത കൊണ്ട് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു നമുക്ക് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റേജിങ്, വാട്ട് വിൽ ബി അവർ സ്പീഡ് ആൻഡ് സീക്വൻസ് ഓഫ് മൂവ്സിൽ എന്താണ് നമ്മൾ എത്ര പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ എക്കണോമിക് ലോജിക് എന്ന് പറഞ്ഞാൽ ഹൗ വി വിൽ ഒബ്റ്റെയിൻ അവർ റിട്ടേൺ, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ റിട്ടേൺ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇതാണ് സ്ട്രാറ്റജിക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ഒരു സ്ട്രാറ്റജിക് മോഡലാണ്. 5 major elements. So if you have any doubts regarding this, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ചോദിക്കുക.